ചുരിദാറിന് നമുക്ക് ചുരിദാറിന്റെ സ്ലീവ് വെട്ടാനാണേ. നമുക്ക് ആംഗിൾ ലെങ്ത് കൈയുടെ മുട്ടിന് താഴെ ഇറക്കമുള്ള സ്ലീവ് എങ്ങനെ വെട്ടാമെന്ന് തുടക്കക്കാർക്ക് വേണ്ടിയാണ്. ഇത് നമ്മുടെ ബാക്കി കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ വീതിപ്പാട് ഒന്ന് മടക്കി നമുക്കത് ഒന്നുകൂടെ മടക്കാം. ഇത് 40 ഇഞ്ചിന്റെ തുണിയാണേ, 40 ഇഞ്ച്. അതുകൊണ്ടാണ് നമുക്ക് മടക്കിയാൽ ഇത്രയും കിട്ടുന്നത്. നൈറ്റി പീസ് ആണെങ്കിൽ ഇത്രയും കിട്ടത്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ 4ആയിട്ട് മടക്കി 2 സ്ലീവാണ്. ഇത് ഓപ്പണിംഗ് സൈഡ് കണ്ടല്ലോ, ഇത് ഓപ്പണിംഗ് വശം, ഇത് ഫോൾഡഡ്. ഇവിടെ ഫോൾഡഡ്, ഇത് ഓപ്പണിംഗ് ആണേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇറക്കം എടുക്കാം. നമുക്ക് ഇറക്കം എനിക്ക് വേണ്ടത് 15 ഇഞ്ച് ഇറക്കം വേണം, മുട്ടിന് താഴെയാണേ. അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു 3 ഇഞ്ച് തിരിച്ച് മടക്കി എടുക്കാനായിട്ട് എടുക്കുക. അപ്പൊ എത്രയായി? മൊത്തം 18 ഇഞ്ച് ഇറക്കം ഉള്ളതുകൊണ്ടാണ് 18 ഇഞ്ച് എടുക്കുന്നത്. നമുക്ക് വേണ്ടത് ശരിക്കും 15 ഉള്ളൂ. അപ്പൊ ആ 15 ഇഞ്ച് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. 3 ഇഞ്ച് കൂടുതൽ എക്സ്ട്രായും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇവിടെ നമ്മൾ എടുക്കാനുള്ള കൈയുടെ ഡൗൺ എന്ന് പറയുന്നത് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ 3.7 എടുക്കുന്നത്. ഇത് 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുടെ ചുരിദാറിന്റെ സ്ലീവ് ആണെന്ന് ഓർത്തോണേ. അപ്പം നമ്മൾ ക്യാപ്പ് ഹൈറ്റ് 3.7, 4 വരെ എടുക്കാം. 4 ഫുൾ എടുക്കുന്നില്ല, 3.7 വരെ ഞാൻ എടുക്കുന്നു. 4 എടുത്താലും തെറ്റില്ല, 3.5 ആണെങ്കിലും കുഴപ്പമില്ല. അവിടെ നമ്മൾ ഒരു ചെറിയ വര വരയ്ക്കുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ കോർണറിൽ ടേപ്പ് വെച്ചിട്ട് ഈ വരയിലേക്ക് എവിടെയാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട് 17.5 വേണം. 17.5. അപ്പൊ അതിന്റെ പകുതി എത്രയാ? അതിന്റെ പകുതി 8.25 അല്ലേ? 8.25. അപ്പൊ 8.25 എവിടെ വരും നോക്കണം. ഇത് കണ്ടോ, ഈ കോർണറിൽ ടേപ്പ് വെച്ചിട്ട് ഈ വരയിൽ എവിടെയാണ് 8.25 വരുന്നത് അവിടെ നമ്മളൊന്ന് ഒരു അടയാളം കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടോപ്പ് വശത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് വരെ ഒന്നും ചെയ്യാതെ വന്നിട്ട് പതുക്കെ ഇങ്ങനെ താഴ്ത്തി നമ്മൾ ഇതിലേക്ക് ഈ വരച്ച അളവിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ കൈയുടെ അടിവണ്ണം നമ്മൾ 5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഒരു 1.5 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതുപോലെ വലിയ കൈ വരയ്ക്കുമ്പോൾ നേരെ സ്ട്രെയിറ്റ് സ്കെയിലിന് വരയ്ക്കരുത്. ഇതുപോലത്തെ കേർവ് ഇതുണ്ട്, ഇത് വെച്ചേ വരയ്ക്കാവൂ. അപ്പൊ ഈ പോയിന്റും നമ്മുടെ ഈ പോയിന്റും തമ്മിൽ നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നു. അതുപോലെ ഈ 2 ഇഞ്ച് സീമും ഇതും വെച്ച് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കൈ റെഡി. ഇത്രയും പണിയേ ഉള്ളൂ. പലർക്കും പേടിയാ കൈ വെട്ടാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നുകൂടെ കാണിച്ചു തന്നത്. നമുക്കിനിയും കട്ട് ചെയ്തെടുക്കാം. ചെയ്ത ഉടനെ ഇവിടെ നിങ്ങൾ